നമസ്കാരം. ഒരിക്കൽ കൂടി ചിറയിൽ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ ഒരു മാവിൻ്റെ സെക്ഷനിലാണ്. ഇത് നമ്മുടെ അമരാപലി എന്നൊക്കെ പറയുന്ന നമ്മുടെ അമർപ്പള്ളി എന്നൊക്കെ പറയുന്നൊരു മാങ്ങയാണ്. ഇതിപ്പം അതൊക്കെ ഫ്ലവറിങ് ഇതെല്ലാം അമരാപലി കാണുന്നത്. നല്ല കുറേ ഫ്രൂട്ടിന് വേണ്ടി നന്നായിട്ട് പൂത്ത് കിട്ടുന്നതൊക്കെ. ഇത് അറിയാലോ, ഇത് നമ്മുടെ നീലമിൻ്റെ ദേശീരി ക്രോസാണ്, ഹൈബ്രിഡ് ഇനാണ്. നീലമിൻ്റെ ദേശീരിയുടെ ക്രോസുള്ളൊരു മാങ്ങയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഏകദേശം നല്ലൊരു റെഡിഷ് കളർ, ഓറഞ്ചും റെഡും കളർന്ന പിന്നെ കാമ്പൊക്കെ ഉള്ള നല്ല മധുരമുള്ള മാങ്ങയാണ്. ഏകദേശം ഒരു 4 മാങ്ങയ്ക്ക് 1 കിലോ. ഏകദേശം ഒരു മാങ്ങ നല്ല വലുപ്പം വരികയാണെങ്കിൽ 250-300 ഗ്രാമോളൊക്കെ വരും. ഒരു 200-300 ഗ്രാം. ഏകദേശം 4-5 മാങ്ങയ്ക്ക് കൂടുതൽ 1 കിലോ വരുന്ന തൂക്കം വരുന്ന മാങ്ങയാണ്. നല്ല രസമുള്ള മാങ്ങയാണ്, ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നൊരു മാങ്ങയാണ്. ഇതിൻ്റെ തൈകൾ ചെറുത് വലുതൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. ഈ തൈ പേശം കുറച്ച് വലിപ്പമുള്ള തൈയാണ്. ഇത് പേശം ഏകദേശം നമ്മളൊരാളുടെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1300 രൂപയുള്ള അടുത്തേക്ക് ഏകദേശം നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇത് നമ്മുടെ പല ഇനം തൈകളും നമ്മളോട് വരുന്നുണ്ട്. നമ്മുടെ വരുന്ന ഇന്തോനേഷ്യ അൽഫോൺസ് വെറൈറ്റിയാണ്. ഓൾ സീസൺ ആയിരിക്കും. എപ്പോഴും ഏകദേശം എല്ലാ സമയത്തും ഇതിൽ കായ ഉണ്ടാവാറുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ബുദ്ധിമുട്ടുള്ളൂ. ഇത് നമ്മൾ ഇതല്ല, ഇതിപ്പോൾ ഇപ്പം തന്നെ കായ്ച്ചിട്ട് ചെറിയ ഇതിനെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം ഒരു തരത്തിലുണ്ട്. ഇതൊക്കെ പൂട്ട് ഇതിലൊക്കെ മാങ്ങ പോയിട്ടുണ്ട്, അവിടെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ നാടൻ ചേലൻ മാങ്ങ, നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ സാധനം അവൈലബിൾ ആയിട്ട് നമ്മുടെ ചേലൻ മാങ്ങയാണ്. സാധാ ചേലൻ മാങ്ങ. ഈ ചേലൻ മാങ്ങയുടെ തൈകളാണ് വരുന്നത്. ഇതിനെ നമ്മുടെ കാലാപ്പാടി എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പുഴുക്കുത്ത് കുറവുള്ളതും നന്നായിട്ട് കഴിക്കുന്ന പല പൊടിയുള്ള ഇടത്തരം സൈസ്, ചെറിയ സൈസ് നല്ല മാങ്ങകൾ, ടേസ്റ്റുള്ള മാങ്ങകളാണ്. ഇത് തന്നെ നമുക്കറിയാം, നമ്മുടെ കോട്ടൂർക്കോണം, നമ്മുടെ തന്നെ തനതായ നല്ല ഇനത്തിൽപ്പെട്ട കോട്ടൂർക്കോണം മാങ്ങകളാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഇവിടെ ഒരു 300-350 റേഞ്ചിലൊക്കെ വരുന്ന തൈകളാണ്. പേഷ്യൻ്റ് ഈ തൈകളിന് പേഷ്യൻ്റായിട്ട് എത്തിയിട്ടുണ്ട്. വലിയ തൈകളാണുള്ളത്. അങ്ങനെ ഒത്തിരി ഇനംസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇത് 3000 വെള്ളം കൊണ്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ജസ്റ്റ് മല്ലിക മാങ്ങ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇതിലൊപ്പമുള്ള തൈകളിവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തൈ നമുക്ക് 600-700 വരുന്ന തൈകളാണ് ഇതൊക്കെ വരുന്നത്. നമുക്ക് തൈകൾ 800 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് തൈകളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ കവറിൻ്റെയും ചെറിയ വേരിയേഷൻസ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതൊക്കെ നമ്മുടെ മുകളിലത്തെ തൈകളാണ്. അപ്പോൾ എല്ലാ തൈകളും ജസ്റ്റ് നമുക്ക് ഈ റേഞ്ചിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് വലിയ തൈകളും ഡ്രമ്മിൽ കായ്ച്ചിട്ടുള്ള വലിയ തൈകൾ വരെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുകയാണെങ്കിൽ കറക്റ്റ് വിവരങ്ങൾ നമുക്ക് ഇവിടെ തരാൻ കഴിയുന്നതാണ്. ഇത് നമ്മുടെ ഹിമാപസന്തിൻ്റെ തൈകളാണ് വരുന്നത്. ഹിമാപസന്ത് വരുന്നുണ്ട്, അങ്ങനെ കാലാപ്പാടി വരുന്നുണ്ട്. അങ്ങനെ പല തൈകളും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ അമരാപലിയുടെ തൈകൾ തന്നെയാണ്. ഇത് ചേലൻ മാങ്ങ. അങ്ങനെ ഓരോ കവർ സൈസൻസിന് മാറ്റങ്ങൾ വരും. ഇതൊക്കെ വലിയ കവർ സൈസാണ്. ഇനി അങ്ങോട്ട് പോകുന്നതോറും വലിയ കവറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് ചെറിയ മാവിൻ തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ സർവീസ് എത്തിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വലിയ തൈകൾ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് നമുക്ക് സാന്ദർഭികമാണ്. കാരണം ഈ പെറ്റ് സർവീസിൻ്റെ ടീമുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അവരുടെ ത്രൂ കൊടുക്കാറുണ്ട്. അത് നമുക്ക് ടൈമും കാര്യങ്ങളും കറക്റ്റ് പറയാൻ കഴിയില്ല. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കൊറിയർ നമുക്ക് ഇവിടെ അയക്കാവുന്നതാണ്. നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജും കാര്യങ്ങളും വരുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ചിറയിൽ ഗാർഡൻസിൻ്റെ ഒക്കെ ഈ തൈകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യുന്ന തൈകളാണ്. അതായത് നമ്മൾ കൊണ്ടുവരുന്ന അങ്ങനെയല്ല. നമ്മളുണ്ടാക്കുന്ന തൈകളിലെ മെജോറിറ്റി തൈകളും നമ്മളിവിടെ തന്നെ മദർമാരുള്ളതും നമ്മളിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായ തൈകളാണ്. നമ്മൾ ഗവൺമെൻറ് ഫാമുകളിൽ നിന്നോ അല്ലാണ്ട് നമ്മുടെ തോട്ടങ്ങളിൽ തന്നെയൊക്കെ സയനം എടുത്തിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് കായ്ക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ കഴിയും. ഇനി നിങ്ങൾ കൊണ്ടുവച്ചിട്ട് കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും അറിയിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി റെമഡീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. നമുക്ക് നമ്മുടെ വാട്സപ്പ് ഫോളോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വന്നിട്ടോ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് തരുക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഒട്ടും കായ്ക്കുന്നില്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ എങ്ങനെ വെച്ചാൽ നമ്മൾ അതിന് നഷ്ടപരിഹാരമായിട്ട് തൈ മാറ്റി കൊടുക്കുക മറ്റുള്ള രീതികൾ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തൈ തന്നെയാണ് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിൽ നമ്മൾ ടാഗും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതും പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ തയ്യാന്നുള്ളത് അവരൊന്നും ഉറപ്പ് വരുത്തി തന്നാൽ മാത്രമേ നമുക്ക് ചെയ്തു തരാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നു. ഓക്കെ, നമ്മുടെ ചെറിയ ഗാർഡൻസ് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലാണ്. കൊണ്ടോട്ടി വന്നാൽ ചിറയൽ ചുങ്കം, ചിറയിൽ നിന്ന് ചിറയക്കാടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ എസ്കോള കോളേജിലേക്ക് മുൻവശത്തായിട്ട് ആണ് നമ്മുടെ ഗാർഡൻ വരുന്നത്. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 85 89 99 30 18 എന്ന നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്.